മേഘ എം സ്വരാജ് പറഞ്ഞൊരു പ്രസ്താവന ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇരട്ടച്ചങ്കനെന്ന് പിണറായി വിജയനെ CPM-ലെ ഒരു ഔദ്യോഗിക നേതാക്കന്മാരും വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കപ്പിത്താനെന്നും അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടാകാതെ പോയ മകനാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലുള്ള ചില നേതാക്കന്മാരൊക്കെ ഉള്ള ഇടങ്ങളിൽ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചത് പിന്നെ UDF ആയിരിക്കുമോ അതോ BJP ആയിരിക്കുമോ? ഇത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ആദ്യം കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ വ്യക്തിപൂജകൾ ഇടത് നിലപാടല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യക്തിപൂജകൾ നടത്താത്തൊരു പാർട്ടിയാണോ ഇടതുപക്ഷം? ഒരിക്കലും നമ്മൾ ഏറ്റവും പ്രസക്തമായ ഒരു പ്രസംഗമുണ്ട്, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസംഗമായിരുന്നു. അവർ പറയുന്നത് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിന്റെ ഒരു കപ്പിത്താനുണ്ട് എന്നൊക്കെ പറയുമ്പോ ആദ്യം ആരായിരിക്കും അങ്ങനെ? അപ്പോ ഇടതുപക്ഷത്ത് നിന്നുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കപ്പിത്താൻ എന്ന് വിളിച്ചത് ആരാണ്? ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയായിരുന്നു. ഇതുപോലുള്ള പലതരത്തിലുള്ള വ്യക്തി ആരാധനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണെങ്കിൽ കുറച്ചു കൂടുതലാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം പല മന്ത്രിമാരും പല MLA-മാരും ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാക്കളടക്കം എല്ലാവരും തന്നെ ഇത് ചെയ്യാറുമുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജ ടീച്ചർ പറഞ്ഞൊരു കഥ. ഇപ്പോൾ നമുക്കറിയാം KK ശൈലജ ടീച്ചർ ഈ വിധത്തിലുള്ള വള്ളി പിടിക്കുന്ന ആളല്ല. പക്ഷെ എന്തോ ഒരു നാക്കുപിഴ സംഭവിച്ചതിന്റെ പേരിൽ ഒരു കഥ തന്നെ അവർ പറയുകയാണ്. ആ കഥ പറയുന്നത് എങ്ങനെയാണ്? ഒരു ഉദ്യോഗസ്ഥ ഒരു 3 സ്ത്രീകൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ, 3 തലമുറയിലുള്ള 3 സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീട്ടിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ, ഒരു ആൺതുണയില്ലാതെ താമസിക്കാനുള്ള നിങ്ങളുടെ ധൈര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ അമ്മുമ്മ പറയാണ്, എനിക്ക് പിറക്കാതെ പോയൊരു മകനുണ്ട്, കേരളത്തിൽ, അയാളുടെ പേരാണ് പിണറായി വിജയൻ. ഇത്തരത്തിലുള്ള PR വർക്കുകൾ, ഇത്തരത്തിലുള്ള വ്യക്തി ആരാധനകൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. ഈ പറയുന്ന എല്ലാവരും ഇരട്ടച്ചങ്കന്ന് പിണറായിയെ വിളിച്ചത് ആരാണ്? ഞാനാണോ? അല്ല, ഞാനും അല്ല, ഹർഷയും അല്ല. അവർ തന്നെ കൊണ്ടുവന്ന നറേറ്റീവാണ്, അവർ തന്നെ പ്രൊമോട്ട് ചെയ്ത നറേറ്റീവാണ്. അതിന് പിന്നീട് നമ്മുടെ ചീഫ് എഡിറ്റർ ഇടയ്ക്ക് പറയാറുണ്ട്, ഇരട്ടച്ചങ്കെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡിസബിലിറ്റി ആണ്, അതെന്തോ കുറവാണ്, കൂടുതലാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ CPM-ന് തന്നെ സൈബർ ഹാൻഡിലുകളിലൂടെയാണ് പ്രധാനമായും ഈ പറയുന്ന വാക്കുകളെല്ലാം വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഔദ്യോഗിക നേതാക്കന്മാർ ഇരട്ടച്ചങ്കനെന്ന് മാത്രമായിരിക്കാം ഒരുപക്ഷെ വിളിച്ചിട്ടില്ലാത്തത്. നമുക്കറിയാം, ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായി കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ആ ഒരു സമര ചരിത്രങ്ങളിലൂടെയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത് ആയിരിക്കാം. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് വളരെയധികം മികച്ച ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയപ്പോൾ, പദവി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികളിലുണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിലുണ്ടായ ഒരു വ്യത്യാസം, അതൊക്കെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതിനെല്ലാത്തിനും ഓച്ചാനിച്ച് മുട്ടുമടക്കി നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ. സ്വരാജിനെ പോലുള്ള നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രമുഖ നേതാക്കൾ, ഈ പറഞ്ഞ KK ശൈലജ ടീച്ചർക്ക് ഒരു പിഴവ് സംഭവിച്ചു പോയിക്കോട്ടെ, ആരോഗ്യ വകുപ്പിന് ഒരു പിഴ സംഭവിച്ചു പോയിക്കോട്ടെ, പിണറായി വിജയന് ഒരു പിഴവ് സംഭവിച്ചോട്ടെ, അതൊന്നും പുറത്തു പറയുന്ന ആൾക്കാരല്ല. ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഈ പറഞ്ഞ PR വർക്കുകൾ എല്ലാം നടത്തിയതിനു ശേഷം ഇത് ഞങ്ങളല്ല, പൊതുജനം പറയുന്നു പിണറായി വിജയൻ ഒരു ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറയുമ്പോൾ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെയുള്ള ആൾക്കാർ മണ്ടന്മാരല്ല. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ പൊതുജനം തന്നെ മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള, അദ്ദേഹത്തെ വ്യക്തിപരമായി ആരും അധിക്ഷേപിക്കുന്നില്ല. ഒരുപക്ഷെ പൂജിക്കുന്നവരുണ്ട് എന്നുള്ളത് തന്നെയാണ്, പക്ഷെ ആരും അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഭരണ രീതികളിൽ, അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളിൽ, ജനങ്ങളോടും മാധ്യമങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളിൽ കൃത്യമായ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് പൊതുജനം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു മാറ്റം വേണമെന്ന് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള CPM-ന്റെ പ്രവർത്തകർ പോലും ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു സാഹചര്യം നമ്മളിൽ പലരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എം സ്വരാജ് പറയുന്നുണ്ട് അദ്ദേഹം ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞിട്ടില്ല. അതെ, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കൾ ആരും, അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺസ് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് PC ജോർജ് ആണ് ആദ്യം ഇരട്ടച്ചങ്കൽ എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോ അതിനുശേഷം എല്ലാവരും ഇത് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ നമ്മൾ പല റീലുകൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നേതാക്കന്മാര് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഈ പൊതുമധ്യത്തിൽ വന്നതിന് ഇതിനെല്ലാം തള്ളിപ്പറയാൻ കാണിക്കുന്ന ആർജവമാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ PC ജോർജ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, PC ജോർജ് ആണത് പറഞ്ഞതെങ്കിൽ അതിനെ കൃത്യമായി ഏറ്റുപിടിച്ചുകൊണ്ട്
ഒരുപക്ഷെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ കളിയാക്കിയതായിരിക്കാം, നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഒരു കളിയാക്കിയ വാക്കിനെ പോലും, അങ്ങനെയാണെങ്കിൽ അതിനെ പോലും പിയറാക്കി മാറ്റി അതിനെ പോലും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നു. ഒരു സമയത്ത് ഇതുപോലെ വലിയ രീതിയിൽ ചർച്ചയായ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുപാട്ട് പാടി പ്രീതിപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് പോകുന്നത്. അതായത് ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്നുമാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാരാണ് അദ്ദേഹത്തിന് ഈ പാട്ട് പാടിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് പാടുന്നത്. നമ്മള് ചില ആരാധനാലയങ്ങളിൽ ഇത്തരത്തിൽ പാട്ടുകൾ പാടിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഭാഗങ്ങൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു നിലയിൽ ഒരു ദൈവതുല്യനായി കണ്ടുകൊണ്ടാണ് പിണറായി വിജയനെ പലരും കാണുന്നത് എന്നുള്ളത്. ഈ എം സ്വരാജ് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം അംഗീകരിക്കുന്നില്ലായിരിക്കാം ഇതിനെയൊക്കെ വാഴ്ത്തുപാട്ടായിട്ട്. ഇതൊക്കെ സത്യമാണ് വിളിച്ചു പറയുന്നത്, ഇതിന് വെറുതെ വാഴ്ത്തുകയല്ല എന്നായിരിക്കാം അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതെ, ഇപ്പോ പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ ചേഷ്ടകളും സംസാരങ്ങളും ഒക്കെ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു ആങ്കറിനോട് അത്തരം ഡയലോഗുകൾ ഒന്നുകൂടെ വേണ്ട എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും പിണറായി വിജയൻ സാറിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തിയ ഒരാളെ ഇറക്കി വിട്ടൊരു ചരിത്രം നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. വിമർശനങ്ങൾക്ക് മാത്രമേ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളൂ. എന്നെ പുകഴ്ത്തുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ സാർ ഭരിക്കുന്ന കേരളത്തിൽ എം സ്വരാജ് വന്നിരുന്ന് പറയുകയാണ് ഇങ്ങനത്തെ വ്യക്തിപൂജകൾ നടത്തുന്ന പാർട്ടിയല്ല ഇടതുപക്ഷമെന്ന്. കൃത്യമായി വ്യക്തിപൂജ നടത്തിക്കൊണ്ട് മാത്രം മുന്നേറുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് ഞാൻ പറയും. കാരണം കെ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പിനെ ഊട്ടിയുറപ്പിച്ച് നന്നായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അതിന്റെ എല്ലാ ഒഫീഷ്യൽസും അതുപോലെ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും അതിനകത്തുള്ള എല്ലാ സ്റ്റാഫുകളും അതിൽ തുല്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ്. അപ്പൊ കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി മാത്രമല്ല എല്ലാവരും അതിൽ തുല്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാ നറേറ്റീവ് വന്നിരുന്നത് ശൈലജ ടീച്ചറുടെ കയ്യിൽ തന്നെയായിരുന്നു. ഇത് തന്നെയാണ് പറയുന്നത്, വ്യക്തി ആരാധനയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവണത ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഉണ്ട്. അതെ, അതുപോലെ തന്നെ ഈ പറയുന്ന പുകഴ്ത്തലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്തുതിപാഠങ്ങളൊക്കെ ഈ പറയുന്ന സ്തുതിപ്പാട്ടുകളൊക്കെ തന്നെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അത് ഇടതിന് ചേർന്ന കാര്യമാണോ? ഇനിയിപ്പോൾ ഈ എം സ്വരാജ് പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് വക്താക്കളോടോ മറ്റോ ചോദിക്കുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്ന മറുപടി ഇതായിരിക്കും. അതെ, ഒരുപക്ഷെ ഇടത് സർക്കാരിന് അല്ലെങ്കിൽ ഇടതിന്റെ ആശയങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തിപൂജകൾ ഉള്ളതല്ല, അല്ലെങ്കിൽ ആ ആശയങ്ങൾക്കെതിരാണ് വ്യക്തിപൂജ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കോൺഗ്രസ് വക്താക്കളോടാണെങ്കിൽ അവർ പറയാൻ പോകുന്ന രസകരമായ മറുപടി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇടതും BJP ഒന്ന് തന്നെയല്ലേ, യഥാർത്ഥത്തിൽ ഇടതാശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് UDF മാത്രമാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ അതാണ് നമുക്ക് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഈ പറയുന്ന ഇടതിന്റെ ആശയങ്ങളല്ല ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇടതിന്റെ ആശയങ്ങൾ മാറ്റി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ CPM സർക്കാരാണെന്നുള്ളത് അല്ലെങ്കിൽ CPM ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM-ന്റെ പ്രവർത്തകർ CPM-ന്റേതായിട്ടുള്ള ഒരുപക്ഷെ ഉന്നത ഇരട്ടച്ചങ്കൽ എന്നുള്ള ഒരു വാക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഔദ്യോഗികമായ നേതാക്കന്മാർ ഉപയോഗിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അതിന് പകരമായി അദ്ദേഹത്തെ അതൊഴികെ ബാക്കി എല്ലാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം വാഴ്ത്തിക്കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇന്നത്തെ CPM സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയാൽ അല്ലെങ്കിൽ ചെറുതായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇനിയിപ്പോൾ എം സ്വരാജ് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തിരുത്തലുകൾ ആരെങ്കിലും കൊണ്ടുവരുമോ എന്ന് പറയാൻ സാധിക്കില്ല. ഇനി എം സ്വരാജ് ഇരട്ടച്ചങ്കനല്ല പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എം സ്വരാജിനെ അവിടെ നിന്ന് പൂർണ്ണമായും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കാരണം അത്രയും വലിയൊരു തെറ്റാണ് പിണറായി വിജയനോട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞു വെക്കുന്നത് അനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ ഇരട്ടച്ചങ്കനല്ല എന്നല്ലേ എം സ്വരാജ് പറയുന്നത്.